ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചോറും കൊണ്ട് ഞാനൊരു വട ഉണ്ടാക്കിയെടുക്കുകയാണ്. നല്ല സൂപ്പർ വടയാണ് കേട്ടോ. ഉഴുന്ന് വടയും കൂടെ സൂപ്പറാണ് ഇത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. കുറച്ച് ചോറ് മിക്സിയിലിട്ട് ഞാൻ അരച്ച് വെച്ചു. ഇനി അതിലേക്ക് 2-3 സ്പൂണ് അരിപ്പൊടി കൂടെ ചേർത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇതിലേക്ക്. പിന്നെ ഒരു വലിയ ഉള്ളി ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കരുവേപ്പിൻ്റെ ഇല അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ശകലം ഇഞ്ചിയും അരിഞ്ഞ് ചേർക്കാം, 2 വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാം. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉള്ളിയും പച്ചമുളകും അരിമുളകും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇത് ഒരു പാൽ കവറോ അല്ലെങ്കിൽ ഏതെങ്കിലും കവറോ അല്ലെങ്കിൽ കയ്യിലായാലും വേണ്ടില്ല, ഇത് ഒട്ടിപ്പിടിക്കുകയുള്ളൂ. അത് കാരണം കൊണ്ട് എണ്ണയും കൊണ്ടൊക്കെ ഒന്ന് തുടച്ചതിൻ്റെ ശേഷം ഈ മാവ് എടുത്തിട്ട് അതിൽ വെച്ച് നടുവിൽ ഒരു ഹോൾസ് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഉഴുന്ന് വടേനേക്കാളും ടേസ്റ്റ് ആയിട്ടുള്ള വടയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇനി ചോറൊന്നും വേസ്റ്റ് ചെയ്യരുത്, താഴെ കൊട്ടിക്കളയരുത്. അപ്പോൾ എല്ലാവരും 4 മണി പലഹാരം മാതിരി വട ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള വീഡിയോകളായിട്ട് വരാം. അപ്പോൾ നമ്മൾ ഒരു 4-5 എണ്ണമൊക്കെ ഞാൻ അടിപൊളി, അതിൻ്റെ കളറൊക്കെ ഉണ്ട്, നല്ല ഉഴുന്ന് വട മാതിരി തന്നെ ഉണ്ട്. ടേസ്റ്റും ഉണ്ട്, നല്ല ക്രിസ്പി ആയിട്ടും നന്നായിട്ടുണ്ട്, സോഫ്റ്റായിട്ടും ഉണ്ട്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.